വിലയോ തുച്ഛം ഗുണമോ മെച്ചമെന്ന് പറയാവുന്ന ഒരു അത്യാധുനിക യുദ്ധവിമാനം തയ്യാറാക്കാൻ ഒരുങ്ങിയാണ് അമേരിക്ക. നെറ്റിപ്പട്ടം പോലെ അമേരിക്ക കൊണ്ടു നടന്നിരുന്ന F-22 എന്ന യുദ്ധവിമാനത്തിന് പകരം F-47 എന്ന 6th ജനറേഷൻ വിമാനമാണ് അവതരിക്കാൻ പോകുന്നത്. ലോകത്തിന് ആദ്യമായാണ് ഇത്തരത്തിലൊരു വിമാനം നിർമ്മിക്കുന്നത്. അത്രയേറെ ഫീച്ചറുകളുള്ള ഈ വിമാനം അമേരിക്കയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നത് പ്രശസ്ത വിമാന നിർമ്മാതാക്കളായ ബോയിങ് ആണ്. ഇത് സംബന്ധിച്ച് ഒരു പ്രധാന കരാറിൽ അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങുമായി ഏർപ്പെട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ അഭിമാനമായ F-35 യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി നൽകിയ ഓർഡറുകൾ പോലും കാനഡ റദ്ദാക്കുമ്പോഴാണ് അതിനേക്കാൾ മികച്ച മറ്റൊരു യുദ്ധവിമാനം ഒരുക്കാൻ ട്രംപ് പദ്ധതി തയ്യാറാക്കുന്നത്. F-47 എന്ന പേരിന് പോലും ഏറെ പ്രത്യേകത ഉണ്ടെന്നാണ് മറ്റൊരു വസ്തുത. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അതുതന്നെയാണ് ഈ ഫൈറ്റർ ജെറ്റിന് 47 എന്ന നമ്പർ കൊടുക്കാൻ കാരണമായതുമെന്നാണ് പരക്കെ പ്രചരിക്കുന്ന കാര്യം. അതേസമയം 1947 പുതിയ മിഷൻ ഡിസൈൻ സീരീസ് അംഗീകരിച്ചതിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് P-47 തണ്ടർബോൾട്ട് അമേരിക്കക്കുണ്ടായിരുന്നു. അതിനാൽ F-47 മുൻപും ഉണ്ടായിരുന്ന ഒന്നാണ്. എങ്കിലും നിലവിലെ 47 അത് ട്രംപിൻ്റെ തന്നെ നമ്പർ ആണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. പേരിലെ കൗതുകത്തിനപ്പുറം ഏറെ പ്രത്യേകത കൂടി ഈ വിമാനത്തിനുണ്ട്. ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് സജ്ജമായിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അമേരിക്ക നേരിട്ട് ആരുമായി യുദ്ധത്തിന് ഇറങ്ങുന്നില്ല. പലതും ട്രംപിൻ്റെ വെറും ഭീഷണികളാണെങ്കിലും അമേരിക്കൻ സേനയുടെയും അതിൻ്റെ ശേഷിയുടെയും കാര്യത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വെറുതെയല്ല. നൂതന വിമാനങ്ങൾ, ആയുധങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും വിന്യസിക്കുന്നതിലും US സൈന്യം എന്നും മുന്നിലാണ്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പോലുള്ള സൂചികളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആർമി സ്വന്തമായുള്ളത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ലോകമെമ്പാടും ബേസ് ക്യാമ്പുകളുള്ള മറ്റൊരു രാജ്യം അമേരിക്കയല്ലാതെ ഇല്ലെന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ പുത്തൻ ആയുധങ്ങൾ നിർമ്മിക്കുന്നതും അത് ലോകരാജ്യങ്ങൾക്ക് വിൽക്കുന്നതും അമേരിക്കയുടെ സ്ഥിരം കച്ചവട രീതികളിൽ ഒന്നാണ്. എന്തിന് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള യുദ്ധം വരെ അമേരിക്ക ഉണ്ടാക്കിത്തരും. അമേരിക്കൻ വ്യോമസേനയുടെ അടുത്ത തലമുറയുടെ ഭാഗമാകാൻ പോകുന്ന ഹൈടെക് F-47 യുദ്ധവിമാനത്തിൻ്റെ കാര്യമെടുത്താൽ ഏറെ സവിശേഷതകൾ ഈ വിമാനത്തിന് ഉണ്ടാകുമെന്നാണ് ട്രംപ് തന്നെ വെളിപ്പെടുത്തുന്നത്. ക്രൂവില്ലാത്ത ഡ്രോണുകൾക്കൊപ്പം പ്രവർത്തിക്കുന്നതിനാണ് F-47 വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ ദൗത്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന വൈവിധ്യമാർന്നതും ശക്തമായ ഒരു പോരാട്ട പ്ലാറ്റ്ഫോം ഇത് വാഗ്ദാനം ചെയ്യുന്നു. ജനറൽ ഇലക്ട്രിക് എയറോസ്പേസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കമ്പനിയുടെ XA-102 അല്ലെങ്കിൽ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ XA-103 എഞ്ചിനുകൾ F-47 ശക്തി പകരും. 43,000 പൗണ്ട് ത്രസ്റ്റ് റേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ശക്തമായ എഞ്ചിനുള്ള യുദ്ധവിമാനമായ F-35 ലൈറ്റ്നിംഗ് 2വിനേക്കാൾ ശേഷിയുള്ളതാകും F-47. വിമാനത്തിൻ്റെ ഒരു പരീക്ഷണ പതിപ്പ് ഏകദേശം 5 വർഷമായി രഹസ്യമായി പറക്കുന്നുണ്ടെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അമേരിക്ക ഉപയോഗിച്ചു വരുന്ന പഴകിയ F-22 സ്റ്റൈൽത്ത് യുദ്ധവിമാനത്തിന് പകരമാണ് അത്യാധുനിക വിമാനം സ്ഥാപിക്കുക. മനുഷ്യനെ നിയമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ക്രൂവില്ലാത്ത ഡ്രോണുകളുമായി തടസ്സമില്ലാതെ സംയോജിപ്പിക്കാൻ കഴിയുന്നതിനാലും F-47 വിമാനം US വ്യോമസേനയിൽ ശക്തമായ സാന്നിധ്യമാകുമെന്ന് AFP റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ട്രംപ് കരാറിൻ്റെ വില വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും വ്യോമസേനയ്ക്കുള്ള $20 ബില്യൺ വിലമതിക്കുന്ന ഒരു ഉൽപ്പാദനവുമായി പ്രാരംഭ കരാർ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് AFP റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. US-ന്റെ വ്യോമശക്തികളെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുന്ന ഏതൊരു എതിരാളിയെയും മറികടക്കാനും തന്ത്രപരമായി നേരിടാനും കൗശലപൂർവ്വം നേരിടാനും കഴിയുന്ന തരത്തിലാണ് F-47 വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് വ്യോമസേനാ മേധാവി ജനറൽ ഡേവിഡ് W. ആൽബിൻവിൽ വിശേഷിപ്പിച്ചു. ഇതുവരെ വികസിപ്പിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും നൂതനവും മാരകവും പൊരുത്തപ്പെടാവുന്നതുമായ യുദ്ധവിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ക്രൂഡ് 6ാം തലമുറ യുദ്ധവിമാനമാണ് F-47. ഏറ്റവും അപകടകാരിയായ ഭീഷണി നിറഞ്ഞ സാഹചര്യത്തിൽ ആധിപത്യം സ്ഥാപിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ഉള്ളത്. 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് F-47 ഗണ്യമായ ദൈർഘ്യമേറിയ ദൂരപരിധിയുണ്ട്. കൂടുതൽ നൂതനമായ സ്റ്റൈൽത്ത്, കൂടുതൽ സുസ്ഥിരവും പിന്തുണക്കാവുന്നതുമായ ലഭ്യതയും ഉണ്ടായിരിക്കുമെന്നും US വ്യോമസേനയുടെ പ്രസ്താവനയിൽ പറയുന്നു. F-22 അപേക്ഷിച്ച് F-47 വില കുറവായിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ കാനഡ കരാറിൽ നിന്ന് പിന്മാറിയ F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കാൻ ലോകരാജ്യങ്ങൾ വൻ വില നൽകേണ്ടി വരുമ്പോൾ F-47 വില കുറവായിരിക്കുമെന്നത് അമേരിക്കയ്ക്ക് കൂടുതൽ ഓർഡറുകൾ നേടിക്കൊടുക്കാൻ കാരണമാകും. കാനഡ കരാർ റദ്ദാക്കി യൂറോപ്പുമായി അടുക്കുമ്പോൾ അതിനുള്ള മറുപണി കൂടിയാണ് ഇപ്പോഴത്തെ
പുതിയ വിമാനത്തിൻ്റെ പ്രഖ്യാപനം വരുന്നതിനാൽ ഇതൊരു സൈനിക ശേഷി വർദ്ധിപ്പിക്കൽ മാത്രമല്ല, മറിച്ചൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. കാനഡയുടെ ചുവട് പിടിച്ച് മറ്റു രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പകരം യൂറോപ്പിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ആയുധങ്ങൾ സ്വന്തമാക്കാൻ തുടങ്ങിയാൽ അത് അമേരിക്കയ്ക്ക് ഭീമമായ വരുമാന നഷ്ടമുണ്ടാക്കും. ഒപ്പം അമേരിക്കയുടെ മേധാവിത്വം തകരുന്നതിനും കാരണമാകും. ഈ ഭീഷണികളെ കൂടെ നേരിടാൻ വേണ്ടിയാണ് ഇപ്പോൾ പുതിയ യുദ്ധവിമാന പ്രഖ്യാപനവുമായി അമേരിക്ക രംഗത്ത് വന്നത്.